കാര്യം ഇതെന്ത് പറ്റി ആൽബിച്ചയ? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇന്നല്ല, ഇനിയുള്ള എന്റെ എല്ലാ നാളുകളും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നാളുകളായിരിക്കും. അപ്പോ ആൽബിച്ചാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നിർത്തി ജോലിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കും അല്ലേ? രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ നിർത്തുമെന്ന് എന്റെ സോഫി മോള് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട കേട്ടോ. സോഫി മോളെ, ഈ ആൽബിച്ചാന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. എന്റെ സോഫി മോക്ക് വിശ്വാസം വരുന്നില്ല അല്ലയോ? എന്നാ വിശ്വസിച്ചേ പറ്റൂ. ഇന്നലത്തെ ദിവസത്തോടുകൂടി എന്റെ കഷ്ടപ്പാടുകളെല്ലാം തീർന്നു. ഇനിയുള്ള എന്റെ ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെങ്ങനെ ആൽബിച്ചാൻ ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റും? ഇന്നലെ ഞാൻ ഒരാളെ കാണാൻ പോയിരുന്നു. ഒരാളെ. എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ നിശാന്ത എന്നെ കൂട്ടിക്കൊണ്ടു പോയത്. അവിടെ ചെന്നപ്പോഴോ നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും അയാളെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുക. എന്നെ പോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് പോലും എത്ര നേരം അവിടെ ക്യൂ നിൽക്കേണ്ടി വന്നോന്നറിയോ? എന്നിട്ട് എന്നെ കണ്ട പാടെ അയാൾ എന്റെ ജീവിതത്തിൽ ഇന്നലെ വരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ പറഞ്ഞു. എന്റെ സോഫി മോളെ, പിന്നെ അയാള് പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ പോലും വിശ്വസിക്കത്തില്ല. ഞാൻ വിശ്വസിച്ചോളാം. ആൽബിച്ചാൻ ധൈര്യമായിട്ട് പറഞ്ഞു. അയാൾ എന്നോട് പറയുക, ശ്രീമാൻ ആൽബി കുന്നന്താനം, താങ്കൾക്ക് രാഷ്ട്രീയത്തിൽ വലിയൊരു ഭാവിയുണ്ടെന്ന്. താങ്കളുടെ ദോഷങ്ങളെല്ലാം ഇന്നത്തോടുകൂടി തീർന്നിരിക്കുന്നു. ഇനി താങ്കളുടെ ജീവിതത്തിൽ വെച്ചടി കയറ്റമായിരിക്കും. താമസിയാതെ താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആവുമെന്ന്. സത്യം. അയാൾക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്റെ അറിവിലില്ല. എന്താ? അല്ല, ആൽബിച്ചാനെ പോലെ ഒരാള് മുഖ്യമന്ത്രി ആവുന്നൊക്കെ പറയുന്നത് കേട്ട് ചോദിച്ചു പോയത്. എന്റെ സോഫി മോളെ, രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ മാറി മറിയാൻ എത്ര സമയം വേണം? മുഖ്യമന്ത്രി ആയില്ലെങ്കിലും ഞാനൊരു മന്ത്രിയെങ്കിലും ആവും. അയാൾ ഇന്നേ വരെ പറഞ്ഞ ഒരു കാര്യവും ഇതേവരെ തെറ്റിയിട്ടില്ല. ഇനി അങ്ങോട്ട് തെറ്റിക്കോളുമല്ലോ. ശരി, അയാള് പറഞ്ഞ അവിടെ നിക്കട്ടെ. വാരികയിൽ ഈ വർഷത്തെ എന്റെ നക്ഷത്രഫലം നീ വായിച്ചായിരുന്നോ? ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? ഈ വർഷം എന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുമെന്ന്. പൊതുജന അംഗീകാരം, സമൂഹത്തിൽ ഉന്നത സ്ഥാനം, ധനയോഗം, പിന്നെ സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി. ഞാൻ ദിവസവും കാണുന്ന സ്വപ്നം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അപ്പോ അതൊക്കെ വിശ്വസിച്ച രാവിലെ വെള്ളയിട്ട് ഒരുങ്ങി ഇറങ്ങിയേക്കുന്ന നിങ്ങളൊരു മണ്ടന. അല്ലെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കോ? എന്റെ സോഫി മോളെ, ഇതൊക്കെ സത്യവാ. ഇതിലൊക്കെ കാര്യമുണ്ട്. എന്റെ ആൽബിച്ചായ, ഇതിന്റെ ഒക്കെ പുറകെ പോവാതെ ദൈവത്തിൽ വിശ്വസിക്ക്. അതിനാ സത്യമുള്ളത്. അല്ലെങ്കിലും ആൽബിച്ചാൻ ഈയിടെയായിട്ട് ദൈവവിശ്വാസത്തിന് കുറവാ. ആര് പറഞ്ഞു? എനിക്ക് ദൈവവിശ്വാസമൊക്കെ ഉണ്ട്. പിന്നെ ഇവര് പറയുന്നതേ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് തള്ളിക്കളയൊന്നും വേണ്ട. ഇവര് പറയുന്ന എത്രയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നറിയോ? സോഫി, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിലൊക്കെ നല്ല വിശ്വാസമുണ്ട്. ഒന്നുമില്ലെങ്കിലും എല്ലാം നല്ല കാര്യങ്ങളല്ലയോ പറഞ്ഞത്? അതൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് കുളിരാവുന്നു. പിന്നെ അല്ലെങ്കിലും എന്റെ മനസ്സ് എന്നോട് പറയുന്നുണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവാണെന്ന്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ പാർട്ടി ഇന്ന് നടത്തുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് നയിക്കാൻ പോകുന്നത് ആരാ? ഈ ആൽബി കുന്നന്താനം. എത്രയോ സീനിയർ നേതാക്കന്മാരെ വെട്ടിയ പാർട്ടി ഈ ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നറിയോ? അതല്ലെങ്കിലും അങ്ങനെയാ. വലിയ നേതാക്കന്മാരൊക്കെ എപ്പോഴും തടി കേടാതെ അകത്തിരിക്കത്തേ ഉള്ളൂ. തല്ലുകൊള്ളാൻ വേണ്ടി മണ്ടന്മാരായ അണികളെ പറഞ്ഞു വിടുകയും ചെയ്യും. ഇതങ്ങനൊന്നും അല്ല. എന്റെ കഴിവ് തെളിയിക്കാൻ പാർട്ടി എനിക്ക് തന്നിരിക്കുന്ന വലിയൊരു അവസരമായത്. ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് കഴിയുന്നതോടുകൂടി ആൽബി കുന്നന്താനത്തിന്റെ പേര് കേരളക്കര ആകെ അറിയപ്പെടും. എന്റെ പേര് കേൾക്കുമ്പോ പോലീസുകാരൊക്കെ ഞെട്ടി വിറയ്ക്കും. പിന്നെ ചിലപ്പോ ഞാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോയെന്നിരിക്കും. ഇത്രയും മിടുക്കനായ ഒരു നേതാവിനെ മന്ത്രിസഭയിലേക്ക് ആവശ്യമുണ്ടെന്ന് കണ്ട്
അവരെന്നെ ക്ഷണിച്ചാൽ എനിക്ക് പോവാതിരിക്കാനാവില്ലല്ലോ. വണ്ടിയുടെ സൈറൻ കേട്ടാ നീ ഒരിക്കലും പേടിക്കരുത്. മന്ത്രി ആൽബി കുന്നന്താനമായിരിക്കും പോലീസ് അകമ്പടിയോടുകൂടി ഇവിടെ വന്നിറങ്ങുന്നത്. അപ്പൊ നീ എന്താ ചെയ്യേണ്ടെന്നറിയോ? അപ്പൊ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. പക്ഷെ പോലീസ് സ്റ്റേഷൻ മാർച്ച് കഴിഞ്ഞു വരുന്ന ആൽബിച്ചായന് വേണ്ട എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പേടിക്കേ വേണ്ട. ചൂടുവെള്ളവും കുഴമ്പും എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കും. പോലീസ് സ്റ്റേഷൻ മാർച്ചിനാ പോകുന്നത്. ബാക്കി വല്ലതും കിട്ടിയാ മതിയോ? നീ അല്ലെങ്കിലും എപ്പോഴും പിന്തിരിപ്പ നയമാ സ്വീകരിക്കുന്നത്. മന്ത്രി ആൽബി കുന്നന്താനം വന്നിറങ്ങുമ്പോ സ്വീകരിക്കാനുള്ള ഹാരവും ബൊക്കയും ഇവിടെ റെഡിയാക്കി വെച്ചോ. അയാള് പറഞ്ഞെല്ലാം ജീവിതത്തിൽ സംഭവിക്കണേ കർത്താവേ. മന്ത്രി ആൽബി കുന്നന്താനം കീ ജയ്, ആൽബി കുന്നന്താനം കീ ജയ്. എന്റെ കർത്താവേ, ഇങ്ങനെ കുറച്ച് ബുദ്ധിയെങ്കിലും കൊടുത്തൂടെ? സമയം ഇത്രയായല്ലോ. യുവമാരിത് എവിടെ പോയി കിടക്കുക? ഒന്നുകൂടെ വിളിച്ചു നോക്കാം. സ്വിച്ച് ഓഫ്. ഒറ്റയൊരുത്തിനെ ഫോണിൽ കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ്. കഷ്ടം. പോലീസ് സ്റ്റേഷൻ മാർച്ച് എന്ന് പറഞ്ഞപ്പോ എല്ലാവരും പേടിച്ചു കാണും. അയ്യോ, ഇനിയിപ്പോ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരുമോ? ഏയ് ആൽബിച്ചായ, ഓ, ഒരുത്തൻ ആടിക്കുണുങ്ങി വരുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് എവിടെ പോയി കിടക്കുവാടോ? ആൽബിച്ചായ വന്നിട്ട് കുറെ നേരമായോ? ഞാൻ വന്നിട്ട് ഇപ്പൊ അരമണിക്കൂറിന് മേലെയായി. എടാ, ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ട്. അവരുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് അറിയോ? ഒരു സമയം പറഞ്ഞ ആ സമയത്ത് നമ്മൾ അവിടെ കൃത്യമായിട്ട് എത്തിച്ചേരണം. നേതാവായ ഞാനിവിടെ കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടും അണികൾ ഒറ്റ ഒരിടത്തിനെ കാണുന്നില്ല. ആൽബിച്ചായ, അതെന്താ? എടാ, ഇന്നലെ വൈകിട്ട് കൂടി നമ്മൾ എന്താ പറഞ്ഞത്? രാവിലെ 10 മണിയാവുമ്പോ നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടി എന്റെ ഒരു പ്രസംഗവും കഴിഞ്ഞ് എല്ലാവരും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അല്ലേ? എന്നിട്ട് ഞാൻ ഈ 10 വരെ ഇവിടെ കാത്തു കെട്ടി കിടന്നിട്ടും ഒരുത്തനും ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഒന്ന് ഫോൺ വിളിക്കാന്ന് വെച്ചാ എല്ലാവരും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എവിടെ പോയി കിടക്കുക? അത് ആൽബിച്ചായ, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഓ, പോലീസ് സ്റ്റേഷൻ മാർച്ചെന്ന് കേട്ടപ്പോ എല്ലാവരും അങ്ങ് പേടിച്ചു പോയി കാണും. എടാ, ഈ ആൽബി കുന്നന്താനത്തിനെ ഒരു പോലീസുകാരനെയും പേടിയില്ല. വേണ്ടി വന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് ഈ ആൽബി കുന്നന്താനം ഒറ്റയ്ക്ക് നടത്തും കേട്ടോ. എന്റെ ആൽബിച്ചായ, അതൊന്നുമല്ല കാര്യം. പിന്നെ നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് തകർക്കാനായിട്ട് എതിർ പാർട്ടിക്കാര് പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ? നമ്മുടെ ഓരോരുത്തരുടെയും ഫോൺ കോൾ പോലും അവർ ചോർത്തുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി രഹസ്യമായിട്ട് അറിഞ്ഞതായത്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഫോൺ ഓഫ് ചെയ്ത് വെച്ചത്. എന്നാ പിന്നെ നിനക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ? എന്റെ വാദം എന്തെങ്കിലും പറയാൻ ആൽബിച്ചാൻ സമ്മതിച്ചോ? നമുക്ക് മാർച്ച് നമ്മുടെ പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിക്കാം. ആൽബിച്ചായന്റെ പ്രസംഗം കഴിഞ്ഞു നമ്മൾ നേരെ ജാഥയായി പോലീസ് സ്റ്റേഷനിലേക്ക്. എടാ, ഈ പാർട്ടി ഓഫീസ് വെച്ച് പ്രസംഗിച്ച നമ്മുടെ ആൾക്കാർ മാത്രമല്ലേ കേൾക്കത്തുള്ളൂ. ഇവിടെ ആയിരുന്നെങ്കിലേ നാട്ടുകാർ മുഴുവൻ കേട്ടേനെ. ഈ ആൽബിച്ചായനെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ ഒരു മതിപ്പൊക്കെ ഉണ്ടായേനെ. അതൊന്നും നടപ്പുള്ള കാര്യമില്ല. ആൽബിച്ചായൻ വാ. ആൽബിച്ചായനെ കൂട്ടിക്കൊണ്ടില്ലാണ്ട് നിഷാന്ത് എന്നെ ഇങ്ങോട്ട് വിട്ടത്. അവരെല്ലാവരും ആൽബിച്ചായന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുക. സമയം കളയണ്ട, വാ. ശരി, പാർട്ടി ഓഫീസ് എങ്കിൽ പാർട്ടി ഓഫീസ്. കളിയെല്ലാ കാര്യം എന്റെ അമ്മയെ കറിയാച്ചായ ഓട്ടോ ഓടുന്നു. അവിടെ നിൽക്കാൻ കറിയാച്ചായന്റെ കൈ കിട്ടിയ അടി ഉറപ്പാ. ആൽബിച്ചായ, ആൽബിച്ചാൻ ഇത് എന്താലോചിച്ചോണ്ട് നിൽക്കുക? സമയം പോന്നു. എടാ, നീ ആ വരുന്ന ആരാന്ന് നോക്കി. എടേ, കഴിഞ്ഞ ആഴ്ച നടന്നൊന്നും നീ മറന്നില്ലല്ലോ. ഇനി അഥവാ നീ മറന്നാലും കറിയാച്ചായ മറക്കുകയല്ല. നമുക്കേ വേറെ വഴിക്ക് പോവാം. ആൽബിച്ചാൻ എന്താ പേടിയാ? ഏയ്, പേടിയുണ്ടായിട്ടൊന്നുമല്ല. വെറുതെ എന്തിനാ കറിയാച്ചായന്റെ കൈക്ക് പണി ഉണ്ടാക്കുന്നെന്ന് വിചാരിച്ച. അത് ശരിയാ. പോലീസുകാരനെ എന്തായാലും കിട്ടും. അപ്പൊ പിന്നെ കറിയാച്ചന്റെ കൈക്ക് പണി ഉണ്ടാക്കി വെക്കണ്ട. നീ എന്തോടാ ഒരു വലിയ അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? ഒന്നുമില്ല. വേണ്ട വേണ്ട. എടാ, നേതാക്കന്മാരെ ബഹുമാനിക്കാൻ പഠിക്കട ആദ്യം. ഈ ആൽബിച്ചായനെ കുറിച്ച് നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. എന്നാ നീ കേട്ടോ, ഈ ആൽബിച്ചായന്റെ ജീവിതത്തില് ഇനി മാറ്റങ്ങളുടെ കാലമാ.
ഈ വർഷത്തെ എന്റെ നക്ഷത്രഫലത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിനക്കറിയോ? അത് മാത്രമല്ല, ഇന്നലെ ഞാനും നിശാന്തും കൂടി ഒരാളെ കാണാൻ പോയിരുന്നു. അയാൾ എന്താ പറഞ്ഞെന്നറിയോ? എടാ, ഞാൻ മന്ത്രിയായിട്ട് സ്റ്റേറ്റ് കാറെ വന്നിറങ്ങുമ്പോ നീയൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളയിട്ട് തെക്ക് വടക്ക് നടക്കുന്നുണ്ടാവും. എന്നോട് ബഹുമാനമില്ലാതെ പെരുമാറിയല്ലേ സ്വന്തം പാർട്ടിക്കാരാണെന്ന് പോലും നോക്കാതെ പോലീസിന്റെ ലാത്തിയടി ഒളിക്കും ഞാൻ. ഈ ആൽബിച്ചാന്റെ അടുത്ത് അവന്റെ ഒരു തമാശ. ആൽബിച്ചാൻ അത്രയ്ക്ക് വലിയ ആളാണെങ്കിൽ പിന്നെ കറിയാച്ചനെ എന്തിനു പേടിക്കുന്നേ? വാ, നമുക്ക് ഇതുവരെ തന്നെ പോവാം. ഏത് വഴി പോകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ എന്റെ കൂടെ വന്നാ മതി. വാടാ ഇങ്ങോട്ട്. ഓ, അവിടെ നിന്നേ. എന്റെ കർത്താവേ, ഇന്ന് ഇടി ഉറപ്പാ. നമുക്ക് ഓടിയാലോ? വേണ്ട, ലാത്തി ചാർജ് വരുമ്പോ ഓടാണല്ലോ. എടാ, കൂടുതൽ തമാശക്കല്ലേ, ഇടിച്ച് കേട്ടി തിരിഞ്ഞ്. ആൽബിച്ചാൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആൽബിച്ചാൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഈ മാർച്ച് ഞാൻ നയിക്കും. അയ്യടാ, ഈ പാര പണിയുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാടാ നമ്മുടെ പാർട്ടി ഒരിക്കലും ഇവിടെ ജയിക്കാത്തത്. എന്തായാലും പേടിച്ചോടാ എന്നെ കിട്ടത്തില്ല. ഇനി എന്തു വന്നാലും ഞാനത് ധൈര്യത്തോടെ നേരിടും. എന്റെ കർത്താവേ, അയാൾക്ക് ദുർബുദ്ധി ഒന്നും തോന്നിപ്പിക്കല്ലേ. അയ്യോ, ദണ്ട വരുന്നുണ്ട്. എന്നെ കണ്ടോണ്ടാണോ തിരിഞ്ഞു നടന്നേ? ആ, അതെ അതെ. ഏയ്, അതുകൊണ്ടൊന്നുമല്ല. ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം ഉള്ളോണ്ടാ. സത്യം. ആൽബിച്ചാനുള്ള ദേഷ്യമൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ള നേരാ. അതെ, ഞാനത് അപ്പൊ തന്നെ വിട്ടു. അല്ലെങ്കിൽ തന്നെ ആൽബിച്ചാനെ പോലുള്ള രാഷ്ട്രീയക്കാരനോട് ഏറ്റുമുട്ടാൻ ഞാനാരാ? ഇന്നത്തെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നയിക്കുന്ന ആൽബിച്ചാനല്ലേ? ഞാൻ അറിഞ്ഞു. ഞാൻ തന്നെ. ആൽബിച്ചായ വലിയ മന്ത്രിയൊക്കെ ആയി കഴിയുമ്പോ ഞങ്ങള് മറക്കരുത്. ഓ, ഞാൻ അങ്ങനെ ചെയ്യോ കറിയച്ചായ? എത്ര വലിയ പൊസിഷനിൽ എത്തിയാലും ഞാൻ നിങ്ങളൊന്നും ഒരിക്കലും മറക്കത്തില്ല. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അനുഗ്രഹവും എനിക്ക് എന്നും ഉണ്ടാവണം. അത് പിന്നെ പറയാനുണ്ട് ആൽബിച്ചായ. ആൽബിച്ചാൻ ഒരു നിലയിൽ എത്തിക്കാണോന്ന എന്റെ ആഗ്രഹം. സംസാരിച്ച ആൽബിച്ചാന്റെ സമയം കളയുന്നില്ല. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനുള്ളതല്ലേ? എന്നാ ശരി ശരി. മല പോലെ വന്ന് ഡെയിലി പോലെ അങ്ങ് പോയി. നീ എന്തോടെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അല്ല ആൽബിച്ചായ, കറിയാച്ചാന്റെ സംസാരത്തിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നില്ലേ? എന്തൊളിഞ്ഞിരിക്കുന്നു? എടാ, അയാൾ എന്നോട് എന്തുമാത്രം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറിയത്. ആൽബിച്ചായ എന്നുള്ള വിളി കേൾക്കാൻ തന്നെ എന്തൊരു രസമായിരുന്നു അല്ലേ? എടാ, എന്റെ നക്ഷത്രഫലത്തിൽ പറഞ്ഞിരിക്കുന്ന പലതും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പൊതുജന അംഗീകാരം, സമൂഹത്തിൽ ഉന്നത സ്ഥാനം. അല്ല, എന്നാലും നീ വെറുതെ അതും ഇത് ആലോചിക്കാൻ നടക്കാൻ നോക്ക്. വാ, ഞാൻ വരുവാ. ഇതെങ്കിലും അടിക്കോടാ. അടിക്കും പത്രസേട്ടാ. അടിക്കൂന്ന് കരുതി എത്ര പ്രാവശ്യം ലോട്ടറി എടുത്തു. ഇതുവരെ ഒരു രക്ഷയില്ല. ഇപ്രാവശ്യം കൂടി നോക്കാം. എന്നാ ശരി. ശരി. ആൽബിച്ചായ, ആൽബിച്ചായന്റെ നക്ഷത്രഫലത്തിൽ ധനയോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോന്നോ? ധനയോഗത്തെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ ആൽബിച്ചായൻ ഒരു ലോട്ടറി എടുക്കുന്നത് നല്ലതാ. ലോട്ടറിയോ? ഈ ലോട്ടറിയൊക്കെ തട്ടിപ്പാടാ. എന്ത് തട്ടിപ്പ്? ഓണം ബമ്പർ 12 കോടി അടിച്ചതൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചതല്ലേ? അതൊക്കെ വായിച്ചു. ആൽബിച്ചായൻ ഒരുപക്ഷെ ധനയോഗം ലോട്ടറിയിലൂടെയാണ് വരുന്നതെങ്കിലോ? അത് ശരിയാ. പക്ഷേ ഈ പാപ്പി ഞാൻ തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ആഴ്ച ദേഷ്യം മൂത്ത് അയാളുടെ കുറെ ലോട്ടറി ടിക്കറ്റ് ഞാൻ അങ്ങ് കീറിക്കളഞ്ഞു. അതിന്റെ കലിപ്പ് എന്തായാലും അയാൾക്ക് എന്നോട് കാണും. ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ച ആൽബിച്ചായൻ എങ്ങനെ ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കുന്നത്? ഞാൻ പാപ്പിച്ചാനെ വിളിക്കാം. അത് വേണോ? 2 ലോട്ടറി ടിക്കറ്റ് എടുത്ത് പാപ്പിച്ചാന് പിണക്കം മാറ്റാൻ. പാപ്പിച്ചായ, പാപ്പിച്ചാൻ ഇങ്ങൊന്നേ. പാപ്പിച്ചാൻ ഐശ്വര്യമായിട്ട് 2 ലോട്ടറി ടിക്കറ്റ് ആൽബിച്ചാന്റെ കയ്യിലേക്ക് കൊടുത്തേ. എന്തിനാ? കീറിക്കളയാനാ? അതിനൊന്നുമല്ല, പാപ്പിച്ചായന്റെ പിണക്കം മാറ്റാനായിട്ട് ആൽബിച്ചായൻ 2 ലോട്ടറി ടിക്കറ്റ് എടുക്കുക. ലോട്ടറി എടുക്കുന്നത് കൊള്ളാം, കാശ് തരണം. അതൊക്കെ തരുമെന്നേ. അതെ, ആൽബിച്ചായ എടുക്ക്. ഇതെടുത്തോ. 50 രൂപ അല്ലേ? ഇപ്പോ പാപ്പിച്ചാന്റെ പിണക്കൊക്കെ മാറിയില്ലയോ? മാറി. അല്ലെങ്കിൽ തന്നെ എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. പക്ഷെ കറിയാച്ചായന്റെ പിണക്കം മാറ്റാൻ കുറച്ച് പാടാ. അയ്യോ, അതൊക്കെ എപ്പോഴേ മാറ്റി. കറിയാച്ചാനെ കുറച്ചു മുമ്പ് എന്നോട് ഇങ്ങോട്ട് വന്ന് ക്ഷമ പറഞ്ഞു.
വിശ്വാസം വരുന്നില്ല അല്ലയോ? കറിയാച്ചാനെ കാണുമ്പോ ചോദിച്ചാ മതി. ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ഇല്ലെങ്കിൽ വിശദമായിട്ട് പറഞ്ഞു തരായിരുന്നു. അപ്പൊ ശരി, വാടാ. പോടോ ബാബുച്ചായ. പോവാണോ? അവേ ഇതെങ്ങാനും അടിച്ചാൽ. ഓ, എന്നാലും കറിയാച്ചാൻ ഇത് എന്ത് പറ്റി? എനിക്കെന്ത് പറ്റാൻ? തനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവനോട് ക്ഷമിക്കൂന്ന്? അപ്പൊ പിന്നെ ആൽബിച്ചായൻ എന്നോട് പറഞ്ഞതോ? ആൽബിച്ചായൻ ഈടാ അവനുള്ള കുഴിയൻ കൂട്ടിയിരുന്നു. കുറച്ച് കഴിയുമ്പോ നല്ലൊരു ന്യൂസ് നമുക്ക് കേൾക്കാം. എനിക്കൊന്നും മനസ്സിലായില്ല. തൽക്കാലം നീ അത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. നീ 2 ലോട്ടറി എടുത്തേ. എന്താ എടുത്തോ? ഒന്ന് പതുക്കെ പിടിക്കടാ. ചതഞ്ഞു പോയി കിടക്കുവാ. അയ്യോ, അതൊക്കെ പറയാം. ആദ്യം ഇതിനെ എവിടെങ്കിലും കൊണ്ടൊന്ന് ഇരുത്ത്. എടാ, ആ കസേരയിലോട്ട് ഇരുത്താം. പതുക്കെ പിടിക്കണേ. എല്ല് മുഴുവൻ ഒടിഞ്ഞിരിക്കുകയാണെന്നാ തോന്നുന്നത്. ഇരുന്നോ, പതുക്കെ ഇരുന്നോ, ഇരുന്നോ. ഇനിയെങ്കിലും പറ ആൽബിച്ചായ, എന്താ സംഭവിച്ചേ? ചേച്ചി, സംഭവിച്ചതിനെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആൽബിച്ചായന് പോലീസുകാരുടെ തല്ലുകൊള്ളാൻ ഒരു യോഗം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ അങ്ങ് മാറിക്കിട്ടെന്ന് വിചാരിച്ചാ മതി. അല്ല, ആൽബിച്ചാന്റെ കൂടെ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് നിങ്ങളും പോയില്ലായിരുന്നോ? എന്നിട്ട് നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. പോലീസുകാർ തല്ലാൻ വരുന്ന കണ്ടപ്പോഴേ ഞങ്ങളെല്ലാം കൂടി. പക്ഷെ ഞങ്ങളുടെ ആൽബിച്ചായൻ നിന്നിടത്തൊന്നും ഒരടി അനങ്ങിയില്ല. ഓ, ആൽബിച്ചായന്റെ ഒരു ധൈര്യമേ. പോലീസുകാരെ ഒന്ന് പറഞ്ഞപ്പോഴും നെഞ്ചും വിരിച്ചല്ലേ നിന്നത്. ആൽബിച്ചാനെ പോലൊരു നേതാവിനെ കിട്ടിയത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യമാ. ഞങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിക്കാനായിട്ട് ആൽബിച്ചാൻ സ്വന്തം ജീവൻ പോലും കൊടുക്കും. മതിയടാ തള്ളി മറിച്ചത്. നീ എന്നെ കൊണ്ടേ പോകത്തുള്ളല്ലയോ? വീട്ടിൽ പോടാ. ആൽബിച്ചാൻ ഇങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഓ, എനിക്ക് കിട്ടിയ സന്തോഷമൊക്കെ മതി. ഒന്ന് പോയി തരൂടാ. ഞാൻ പോയി. അല്ല ആൽബിച്ചായ, ഇങ്ങനെ ഒരു സമയത്ത് ചോദിക്കുന്നത് ശരിയാണോന്ന് അറിയില്ല. ആംബുലൻസിൽ കൊടുക്കാനുള്ള വാടകയും ആശുപത്രി കൊടുക്കാനുള്ള കാശും കിട്ടിയിരുന്നേ നന്നായിരുന്നു. നിന്റെ ഒരു ആംബുലൻസ് വേണ്ട, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് വാങ്ങിച്ചോളാം. അയ്യോ, എന്റെ കർത്താവേ, ഇവൻ. ആൽബിച്ചാൻ ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കില്ലേ? ആൽബിച്ചാന്റെ പരിക്കൊക്കെ ഒന്ന് ഭേദമാകട്ടെ. നമുക്ക് ഇന്നലെ പോയി കണ്ട ആളെ ഒന്നും കൂടി പോയി കാണാം. അയാള് പറഞ്ഞ പോലെ എന്തൊക്കെയോ മാറ്റങ്ങൾ ആൽബിച്ചാന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു. എനിക്ക് വയ്യാതിരിക്കുന്നതിന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി. അയ്യോ, പോടാ കർത്താവേ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം. എടാ, വണ്ടി എടുത്തടാ. ചേച്ചി, ആൽബിച്ചാനെ നല്ലപോലെ നോക്കിയോണേ. ഞാനൊന്ന് വീഴാൻ വേണ്ടി കാത്തിരിക്കുക. വിശ്വസിക്കാൻ കൊള്ളുകയല്ല. ചതിയന്മാരാ. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പാർട്ടിയിലെ ആരെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി കളിക്കല്ലേ. അത് വണ്ടിയുടെ നിലവിളി കേട്ടപ്പോഴേ ഞാൻ ആദ്യം വിചാരിച്ചു ആൽബിച്ചായൻ മന്ത്രിയായിട്ടേ പോലീസ് അകമ്പടിയോടെ വരുവാന്നാ. ശവത്തെ കുത്തല്ലേ എന്റെ സോഫി മോളെ. അല്ല ആൽബിച്ചായ, അവൻ പറഞ്ഞ പോലെ പോലീസുകാർ വന്നപ്പോ ആൽബിച്ചായ നെഞ്ചും വിരിച്ചു നിന്നോ? അതെ. ആൽബിച്ചായ, ഈ പോലീസുകാരെ എനിക്ക് പണ്ടേ പേടിയാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അതെനിക്കറിയാം. പിന്നെ നക്ഷത്രഫലത്തിലേ എനിക്ക് കുറച്ചുകൂടി ഉന്നത സ്ഥാനം കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോഴേ കുറച്ചൊക്കെ ധൈര്യം എനിക്ക് വന്നു. പക്ഷെ പോലീസുകാരെ കണ്ടപ്പം അതല്ല അങ്ങ് പോയി. അവര് വന്നപ്പോ ഓർഡർ എന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പേടിച്ചിട്ട് എന്റെ കാലും കൈയും അനങ്ങിയില്ല. ഈ മണ്ടന്മാര് വിചാരിച്ച് ഞാൻ നെഞ്ചും പിരിച്ച് നിന്നാണെന്ന്. പിന്നെ ഇനിയിപ്പൊ സത്യം നീ ആരോടും പറയാൻ നിക്കണ്ട. കുറച്ചൊക്കെ ധൈര്യം എനിക്കുണ്ടെന്ന് അവര് വിചാരിച്ചോട്ടെ. ഓ, വിചാരിച്ചോട്ടെ. ഞാൻ എന്തായാലും വെള്ളം ചൂടാക്കിയതും കുഴമ്പ് റെഡിയാക്കിയതും ഉപകാരപ്പെട്ടു. എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂന്ന്. നിന്റെ ഈ നാക്ക എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നീ നാക്ക് വളച്ച് എന്തെങ്കിലും പറഞ്ഞ അതേപോലെ തന്നെ സംഭവിക്കും. ഇപ്പൊ എന്റെ നാക്കിനായ കുറ്റം. രാവിലെ നക്ഷത്രപ്പള്ളത്തിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. പിന്നെ ഏതോ ഒരു മഹാൻ നിങ്ങളുടെ ജീവിതത്തില് വെച്ചടി ഉയർച്ച എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് എന്തായി? ഇതാണോ ആൽബിച്ചായ ഉയർച്ച? അത് അയാള് പറഞ്ഞൊക്കെ ആര് വിശ്വസിച്ചു? അയാളൊരു തട്ടിപ്പുകാരനാ. നമ്മൾ അവിടെ ചെല്ലുമ്പോ അയാളുടെ ഒരു സിങ്കിടി നമ്മളുടെ അടുത്തുകൂടി നമ്മളുടെ വിവരങ്ങളെല്ലാം ചോർത്തിയെടുക്കും. ഇത് കേട്ടിട്ടാ
അയാൾ നമ്മുടെ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നത്. ഉം. നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാൻ അയാൾ ആരാ? ഹ, ഇതൊക്കെ ചുമ്മാ അന്ധവിശ്വാസങ്ങളാണെന്നേ. നമ്മൾ ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കൂ? ഉം. പക്ഷെ ഇതൊക്കെ വിശ്വസിച്ചേ കുഴപ്പത്തിൽ ചാടി ഒരാളുണ്ട് ഇവിടെ. ആൽബി കുന്നന്താനം. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, നമ്മൾ ഇങ്ങനെയുള്ള തട്ടിപ്പിലൊന്നും അല്ല വിശ്വസിക്കേണ്ടത്. സത്യമുള്ള ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവില വിശ്വസിക്കേണ്ടത്. ഉം, ഉം. ഭാഗ്യം തേടുന്ന നമ്മുടെ മനസ്സ് പലപ്പോഴും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും തണൽ തേടി പോകാറുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം ക്ഷയിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഭാഗ്യ നിർഭാഗ്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ചായുന്നത്. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാൻ